തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും സന്തോഷപ്രദമായ ഒരു ദിനം ആശംസിക്കുന്നു. മനോഹരമായിട്ടുള്ള ഒരു സൂഫിക്കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു പ്രവാചകൻ ഒരു രാത്രിയിൽ അയാൾക്കൊരു ദർശനമുണ്ടാവുകയാണ്. നാളെ പ്രഭാതമാകുമ്പോഴേക്കും ശക്തമായിട്ടുള്ള ഒരു മഴയുണ്ടാകും. ആ മഴയ്ക്ക് ശേഷം ആരെല്ലാം സമുദ്രത്തിലിറങ്ങി ജലം ശേഖരിക്കുന്നുവോ അവരെല്ലാവരും ഭ്രാന്തന്മാരായിത്തീരും. സമുദ്രവാസികളാണ് ഈ പ്രവാചകനും മറ്റ് ഗ്രാമവാസികളും എല്ലാവരും. ഈ വാർത്തയറിഞ്ഞ ഉടനെ തന്നെ ഈ കാര്യം വേറെ ആരോടും പറയാതെ ഈ പ്രവാചകൻ പോയി പിറ്റേന്നത്തേക്ക് തനിക്കുള്ള വെള്ളമെല്ലാം ഭരണികളിൽ ശേഖരിച്ചു വയ്ക്കുന്നു. പിറ്റേ ദിവസം പ്രഭാതമായി ദർശനം പോലെ തന്നെ ശക്തമായ മഴയുണ്ടായി. മഴയ്ക്ക് ശേഷം ഗ്രാമവാസികളെല്ലാവരും തന്നെ ജലം ശേഖരിക്കുന്നതിന് വേണ്ടി സമുദ്രത്തിലേക്ക് ഇറങ്ങി. സമുദ്രത്തിലിറങ്ങിയ ആ നാട്ടിലുള്ള ഗ്രാമവാസികളെല്ലാവരും തന്നെ ഭ്രാന്തന്മാരായി മാറി. പിന്നീട് ഈ പ്രവാചകൻ ആളുകളോട് പറയുന്നു, നിങ്ങൾക്കെല്ലാവർക്കും ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. പക്ഷേ ആ ഗ്രാമത്തിലുള്ള ആളുകളെല്ലാം ഒരേ ഹൃദയവും ഒരേ മനസ്സുമുള്ള ആളുകളായി മാറിയിരിക്കുകയാണ്. അവർക്ക് ഭ്രാന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. അവർ പരസ്പരം അംഗീകരിക്കുന്നുണ്ട്, പക്ഷേ പ്രവാചകനെ അവർ അംഗീകരിക്കുന്നില്ല. പ്രവാചകന് ഭ്രാന്ത് പിടിച്ചു എന്നവർ പറയുകയാണ്. ഒടുവിൽ ഗതികെട്ട പ്രവാചകൻ അയാളും പോയി സമുദ്രത്തിലേക്ക് ഇറങ്ങുകയും ഭ്രാന്തനായി മാറി അവരിലൊരാളായി മാറുകയും ചെയ്യുന്നു. ഇവിടെ സംഭവിച്ചത് എന്താണ്? തനിക്ക് ലഭിച്ച ഒരു നല്ല അറിവ് അത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവാചകൻ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. നമ്മൾ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, നിനക്ക് ചെയ്യാൻ കഴിയുന്ന നന്മ ചെയ്യാതെ കടന്നു പോകുന്നത് തിന്മയാണ്. ഒരുപക്ഷെ ആ പ്രവാചകൻ തനിക്ക് ലഭിച്ച ആ നല്ല അറിവ് ആ ഗ്രാമവാസികൾക്ക് പകർന്നു കൊടുത്തിരുന്നുവെങ്കിൽ ആ നാട്ടിലുള്ള എല്ലാ ആളുകളെയും രക്ഷിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിലുള്ള സ്വാർത്ഥ മനസ്സ് ആ ഗ്രാമവാസികളെ മുഴുവനും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും തകർത്ത് കളയുന്നു. ഒരുപക്ഷെ നന്മ ചെയ്യാനുള്ള അവസരം, മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കാനുള്ള അവസരം നമ്മളും ദുർവിനിയോഗം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്കും ഇത്തരം ദുരന്തങ്ങൾ കടന്നു വന്നേക്കും. പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിൽ നന്മകൾ ചെയ്യാനുള്ള, നല്ല അറിവുകൾ പകർന്നു കൊടുക്കുവാനുള്ള അവസരങ്ങൾ നമുക്കും പ്രയോജനപ്പെടുത്താം.